VS-നെ കുറിച്ച് കൂടുതൽ ഇതുപോലൊരു സന്ദർഭത്തിൽ പറയേണ്ടതില്ല. SRP ചിലപ്പോൾ പറയും, കാര്യം എന്നെ അപേക്ഷിച്ച് VS-മായി എത്രയോ ദീർഘമായ അനുഭവ സമ്പത്ത് SRPക്കുണ്ട്. SRPയുടെ പാർട്ടി ജീവിതം ആരംഭിക്കുന്ന നാളുകൾ മുതലുള്ള ഓർമ്മകൾ VS-മായി ബന്ധപ്പെട്ട SRPക്കുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാസർ സൂചിപ്പിച്ചു, കുടുംബം പോറ്റേണ്ട ഭാരവുമായി സാമ്പത്തിക പരിമിതി കൊണ്ടും പ്രത്യേക സാഹചര്യം കൊണ്ടും പഠിത്തം സ്കൂൾ പഠനത്തിനിടയിൽ വെച്ച് നിർത്താൻ നിർബന്ധിതനായി ആസ്പിൻവാൾ കമ്പനിയിൽ കൂലിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തന രംഗത്തേക്ക് ചെറുപ്രായത്തിൽ എടുത്തു ചാടുന്നു ഈ കൗമാരക്കാരൻ. അപ്പോ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ, ഭാവിയിലെ പാർട്ടി കെട്ടിപ്പടുക്കാൻ പറ്റിയ പ്രവർത്തകരെ, കേഡർമാരെ അന്വേഷിച്ച് നടക്കുന്ന സഖാവ് പി കൃഷ്ണപിള്ളയ്ക്ക് ഈ ചെറുപ്പക്കാരനെ വിടരുത് എന്ന് മനസ്സിലായി. കൃഷ്ണപിള്ളയുടെ സംഘടനാപരമായ സാഹസികത നിങ്ങൾ ആലോചിക്കണം. കുടുംബത്തിന്റെ ഏക അത്താണിയായിട്ടുള്ള തുച്ഛ വരുമാനം നേടിക്കൊണ്ടിരിക്കുന്ന ആളോട് പറയുകയാണ്, ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഞാൻ പറയുന്ന ഒരു പണി, കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പണി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെടുക. അങ്ങനെ ആവശ്യപ്പെടാൻ വലിയ ചങ്കൂറ്റം വേണം. അത് കൃഷ്ണപിള്ളയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ അതൊക്കെ വിട്ടിട്ട് ഈ ചെങ്കൊടി പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ പോകണമെന്ന് പറയുമ്പം അതനുസരിക്കുന്ന VS-ന്റെ രാഷ്ട്രീയ സംഘടനാ ബോധവും സാഹസികതയും, ഇത് രണ്ടും നമ്മൾ ഇന്നത്തെ കാലത്ത് ആലോചിക്കേണ്ടതാണ്. ഇന്നത്തെ പാർട്ടിയും പ്രസ്ഥാനവും കേരളത്തിലും രാജ്യത്തും നേരിടുന്ന വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ ഏറ്റെടുത്ത് ആ വെല്ലുവിളികളെ മറികടന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെങ്കിൽ നിസ്വാർത്ഥമായി അടിച്ചമർത്തപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നവരെ സംഘടിപ്പിക്കുന്ന ജോലി, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ. നാളെ എനിക്ക് പഞ്ചായത്ത് മെമ്പറാകാൻ പറ്റുമോ, സഹകരണ ബോർഡിലെ തെരഞ്ഞെടുപ്പിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് ആലോചിച്ചിട്ടല്ല. VS-നോടൊക്കെ കൃഷ്ണപിള്ളയും ഒക്കെ പ്രവർത്തിക്കുന്ന ആ കാലഘട്ടത്തിൽ പലപ്പോഴും പാർട്ടി നിരോധിക്കപ്പെട്ട നാളുകളാണ്. അപ്പൊ അതുകൊണ്ട് VS-ന്റെ പേരിൽ ഈ പുരസ്കാരം SRPക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നടത്തേണ്ട ഒരുപാട് ആത്മാന്വേഷണങ്ങളുണ്ട്, നമ്മളെക്കുറിച്ച്, നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച്. അത് കൂടുതൽ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഈ അവാർഡ് അർഹനായിട്ടുള്ള SRP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നത് ഞാൻ SRPയോട് പറഞ്ഞു, എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ്. 56 പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നാ ജനിച്ചതെന്ന് ഇനി പറയണ്ടല്ലോ. അന്ന് മുതൽ പാർട്ടി പ്രവർത്തിക്കുകയാണ്. SRP ഇരുത്തിക്കൊണ്ട് SRPക്ക് പുരസ്കാരം കൊടുക്കുന്ന സന്ദർഭത്തിൽ SRPയുടെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരുപാട് വിശദീകരിക്കുന്നത് ഉചിതമല്ല. SRPക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ട് അതിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഈ അംഗീകാരം, VS-ന്റെ പേരിലുള്ള അംഗീകാരം SRPക്ക് സമർപ്പിക്കുമ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കേരളത്തിൽ പൊരുതുന്ന ഒരു യുവജന സംഘടന ഉണ്ടാക്കിയതിലെ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചയാൾ SRP. അത് DYFI അല്ല, അതിൻ്റെ പേര് കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷൻ എന്നാണ്. ഞാൻ വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുമ്പോൾ ഈ KSIF-ന്റെ വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നത് SFI-ലല്ല, അത് KSF ആണ്. ഞാൻ സ്കൂൾ യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കുന്നത് KSF-ലാണ്. KSYF-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി യുവജന പ്രസ്ഥാനത്തിന് ഒന്ന് സംഘടനാപരമായ അസ്ഥിവാരം ഇട്ടു SRPയുടെ നേതൃത്വത്തിൽ. വേറെ കുറേയധികം സഹായങ്ങളുണ്ട്. പക്ഷെ അതിന്റെ മുഖ്യ
സംഘടനാപരമായി KSYF-നെ വളരെ ക്ലേശം സഹിച്ചിട്ടാണ്. ആറ്റിങ്ങിൽ വെച്ച് നടന്ന KSYF-ന്റെ ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ റിപ്പോർട്ട്, പൊടി പിടിച്ചൊരു റിപ്പോർട്ട് എനിക്ക് കിട്ടിയത്, എൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് ഞാൻ SRP തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അന്ന് ചില ജില്ലകളിലെ മെമ്പർഷിപ്പിനെ കുറിച്ചുണ്ട്, ചില ജില്ലകളിൽ മെമ്പർഷിപ്പ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സംഘടനാവസ്ഥയാണ്. അപ്പം ഇന്നിപ്പോ DYFI എന്ന് പറഞ്ഞാൽ എത്ര വിസ്തൃതമായ സ്വാധീനമുള്ള ജില്ലകളിൽ ലക്ഷക്കണക്കിന് മെമ്പർമാരാണ്. അപ്പോൾ സംഘടനാപരമായി KSYF-ന്റെ അടിത്തറ പണിതു എന്നുള്ളത് SRPയുടെ ചരിത്രപരമായ സംഭാവനയിൽപ്പെടുന്നതാണ്. KSYF-നെ യുവാക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന സംഘടനയാക്കി വളർത്തി. മുഖ്യമായും SRP സഹപ്രവർത്തകർ, ആരും ഒന്നും ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, അതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്ന അർത്ഥത്തിലാണ് SRPയുടെ കാര്യം ഞാൻ പറയുന്നത്. സമരപ്രസ്ഥാനമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ 1969 തൊഴിലില്ലായ്മ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ പോയി പ്രകടനം നടത്തി, സമരം നടത്തി, അറസ്റ്റ് ചെയ്യപ്പെട്ടു, തിഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. SRPയുടെ കൂടെ ഉണ്ടായിരുന്ന പലരും പിന്നീട് പുസ്തകമായി തീർന്നവരാണ്. അതിലൊന്നും സമയപരിമിതി കൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നത്. പക്ഷെ SRP പറഞ്ഞത് അന്ന് ജയിലിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ അവർക്ക് കുറെ പൈസ കിട്ടി. കാരണം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ വേണ്ട പൈസ, അന്ന് അങ്ങനത്തെ ഒരു സമ്പ്രദായമുണ്ട്. അന്ന് ഭരണകൂടം മർദ്ദന ഭരണകൂടമാണെങ്കിലും ഇത്തരത്തിലുള്ള ചില മാനദണ്ഡങ്ങൾ അവർ പാലിച്ചു. അങ്ങനെയാണ് തിഹാർ ജയിലിൽ കിടന്നിട്ട് ഡൽഹിയിൽ SFIയുടെയൊക്കെ ഭാഗമായി പോയിട്ട് നിങ്ങളോട് ഞാൻ തുറന്നു പറയാൻ, അവിടെ പല സമരങ്ങളും നടത്തുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഈ തിഹാർ ജയിലിൽ കുറച്ച് ദിവസം കിടക്കാൻ പറ്റുമോ, ജയിലിൽ കിടക്കാൻ വേണ്ടിയല്ല സമരം. അങ്ങനെ പല സമരങ്ങളും ഞാൻ പങ്കെടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അതിനുള്ള ഒരു അവസരവും ദുർഭാഗ്യവശാൽ ഞാൻ ദുഃഖത്തോടു കൂടിയാണ് തിഹാർ ജയിലിൽ കിടക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. പല സമരങ്ങളും നടന്നു നോക്കിയിട്ടുണ്ട്. പക്ഷേ 60കളുടെ അവസാനം യുവാക്കളുടെ കേന്ദ്ര പ്രശ്നമായ തൊഴിലില്ലായ്മ ഉന്നയിച്ചുകൊണ്ട് ഡൽഹി വരെ പോയി സമരം ചെയ്തു. SRPയുടെ പ്രസംഗം ഞാൻ ആദ്യം കേൾക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചാലിമൂട് എന്ന് പറയുന്ന സ്ഥലത്ത്. അന്നത്തെ KSYF പ്രവർത്തിക്കുമ്പോൾ തന്നെ KSF-ലും KSYF-ലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റിയിൽ സോമൻ സാറൊക്കെയാണ് അവിടെ ഈ യുവജന സംഘടനയുടെ. രാജശേഖരൻ നായർ സാറും SRP ലീഡറും രാജശേഖരൻ നായർ സാർ മരിച്ചുപോയി. കൊല്ലം SN കോളേജിൽ അധ്യാപകനായിരുന്നു. ഒരുപാട് സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിയ ആളാണ്. ഈ അടുത്ത കാലത്ത് SRP ഞാനും കൂടെ പങ്കെടുത്തിട്ട് അവിടെ രാജശേഖരൻ നായർ സാറിൻ്റെ പുസ്തകശേഖരം ഒരു ലൈബ്രറിയാക്കി മാറ്റിയ ചടങ്ങിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തു. ഇവർ രണ്ടുപേരും നയിക്കുന്ന ജാഥയാണ്. ആ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല. കരുത്തുറ്റ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ സംഘടനാപരമായ അടിസ്ഥാന ശിലപാകുന്നതിൽ ചെറുപ്പക്കാരുടെ ജീവൽ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഉശിരൻ സമരങ്ങൾ നയിക്കുന്നതിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നതിൽ SRPയുടെ പങ്ക് ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത്.